സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതറിയിച്ച് പാകിസ്ഥാന് നയതന്ത്ര കുറിപ്പ് നൽകി ഭാരതം. ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്കപരിഹാര ചർച്ചകളിൽ ഇന്ത്യ പിന്മാറും. അതേസമയം അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ പലയിടത്തും വെടിവയ്പുണ്ടായി. സൈന്യം അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയത്. ഭീകരാക്രമണം അമർനാഥ് തീർത്ഥാടനത്തെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 102 പാക് പൗരന്മാരാണ് ഉള്ളത്. ഏതായാലും അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് അതിശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. കനത്ത നഷ്ടങ്ങൾ ഇതിനകം പാകിസ്ഥാൻ സൈന്യത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നയതന്ത്ര നീക്കമാണ്, നയതന്ത്ര പ്രഹരമാണ് ഭാരതം ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന് നൽകിയത്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായിരുന്നു. ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് നയതന്ത്രക്കുറിപ്പ് ഭാരതം നൽകിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വാർത്ത. ഈ കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനെ വല്ലാതെ പിടിച്ചുലുക്കിയിട്ടുണ്ട്. കാരണം അവരുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശ്രയമായിരുന്നു ഈ സിന്ധു നദീജല കരാർ. അതിനാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൗതം ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഗൗതം, ഈ കരാർ, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച് പാകിസ്ഥാനെ നയതന്ത്ര കുറിപ്പ് ഭാരതം നൽകിക്കഴിഞ്ഞു. സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു നയതന്ത്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഒപ്പം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് എത്രത്തോളം അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്? KP, പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്ന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ. അതോടൊപ്പം തന്നെ വിവിധ പോഷക സംഘടനകളിലെ നദികളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ മരവിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഈ തീരുമാനം ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാന് കുറിപ്പ് നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ലോകബാങ്ക് ഇടപെട്ടുകൊണ്ടുള്ള മറ്റ് പ്രശ്നപരിഹാര ചർച്ചകളിൽ നിന്ന് ഭാരതം വിട്ടുനിൽക്കും എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. കാരണം ലോകബാങ്ക് ഇടപെട്ടതിനെ തുടർന്നാണ് 1960 അന്നത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാന്റെയും നേതൃത്വത്തിലാണ് ഈ സിന്ധു നദീജല കരാർ ഒപ്പിട്ടത്. പിന്നീട് വിവിധ യുദ്ധകാലഘട്ടം 1965 ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായ യുദ്ധം, അതിനുശേഷം 71 ബംഗ്ലാദേശ് യുദ്ധമാണെങ്കിലും 99 കാർഗിൽ യുദ്ധകാലത്താണെങ്കിലും ഈ കരാറിൽ നിന്നും പിന്മാറാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷേ പല കാലഘട്ടങ്ങളിലായി കശ്മീരിൽ പാകിസ്ഥാൻ സൃഷ്ടിച്ച അസ്വസ്ഥത, അതോടൊപ്പം തന്നെ പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ, ഒരു നാടിന് നേരെ തുടർച്ചയായി അയൽ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന നിഴൽ യുദ്ധം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പാകിസ്ഥാന് ഇങ്ങനെ ഒരു പ്രതിരോധം തീർക്കണം എന്ന നിഗമനത്തിലേക്ക് ഭാരതം എത്തുകയായിരുന്നു. എന്തായാലും ഈ നദീജല കരാർ മരവിപ്പിക്കുന്നുവെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജലം ഉപയോഗിക്കുന്ന കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 70% ജലം ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനാണ്. 30% വെള്ളം മാത്രമാണ് ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. പാകിസ്ഥാനിലെ കൃഷി ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം, പ്രത്യേകിച്ച് സിന്ധ് പ്രവിശ്യയിലും പഞ്ചാബ് പ്രവിശ്യയിലും പ്രാധാന്യം നൽകുന്നത് ഈ നദീജല കരാറുമായി സിന്ധു നദിയിലെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സിന്ധു നദിയുടെ പോഷക നദികളിലെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനാൽ ഈ കരാറിൽ നിന്നുള്ള ഭാരതത്തിന്റെ പിന്മാറ്റം തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ്. ഈ കരാറിൽ നിന്നും പിന്മാറാൻ പാടില്ല എന്ന ചില സന്ദേശങ്ങളൊക്കെ പാകിസ്ഥാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. കരാറിൽ നിന്നും ഭാരതം പിന്മാറുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുമെന്ന രീതിയിലൊക്കെ പ്രതികരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അടിക്ക് തിരിച്ചടി എന്ന നിലയിലൂടെ തന്നെ ഭാരതം മുന്നോട്ട് പോവുകയാണ്. വലിയ സൈനിക നീക്കം ഉടൻ തന്നെ പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന. അതിൻ്റെ ചില ലക്ഷണങ്ങൾ കരവ്യോമ നാവികസേനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നൽകിക്കഴിഞ്ഞു. എന്തായാലും നയതന്ത്ര തലത്തിലുള്ള പാകിസ്ഥാനുള്ള തിരിച്ചടിയും പ്രഹരവും ഭാരതം തുടരുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കരാറിൽ നിന്നുള്ള പിന്മാറ്റം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. KP, ഒപ്പം ഗൗതം, ഈ ഭീകരാക്രമണം അമർനാഥ് തീർത്ഥാടനത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും ഒക്കെയും ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
കെ പി അമർനാഥ് ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ അമർനാഥ് ഈ ശിവലിംഗം രൂപപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തുവാനുള്ള പ്രധാനപ്പെട്ട പാതകളിലൊന്ന് ഈ പഹൽഗാം വഴിയുള്ള പാതയാണ്. അതിലൂടെയാണ് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ അമർനാഥ് തീർത്ഥാടന കാലഘട്ടങ്ങളിൽ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനത്തെ ബാധിക്കുമോ, തീർത്ഥാടനം ഒഴിവാക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വലിയ സംശയം തീർത്ഥാടകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കാരണം അമർനാഥ് തീർത്ഥാടനത്തിനുള്ള രജിസ്ട്രേഷൻ ഏപ്രിൽ മാസം 15-ന് ആരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ തീർത്ഥാടനത്തെ ഇത് ബാധിക്കുമോ, തീർത്ഥാടനം കട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി ഇല്ലാതെ കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ എത്ര പേരാണോ അമർനാഥിലെ ശിവലിംഗം കണ്ടു തൊഴാൻ ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം അവിടെ എത്തി സുഗമമായ തീർത്ഥാടനം ഒരുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യം മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കനത്ത സുരക്ഷ ഒരുക്കിയിട്ടാണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു തീർത്ഥാടനം ഈ വർഷം ഹൈന്ദവ വിശ്വാസികൾക്കായി ഒരുക്കുമെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനം ജൂലൈ മാസം 3-ാം തീയതി തുടങ്ങി ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അതിനാൽ ഈ തീർത്ഥാടകർ സഞ്ചരിച്ചു പോകുന്ന വഴികളിലെല്ലാം സുരക്ഷാ സേനയെ ഇറക്കിക്കൊണ്ടാണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു തീർത്ഥാടനം ഈ വർഷം നടത്തുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. കെ പി. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.